ഈ അഭിജിത്ത് എന്ന് പറയുന്ന ഒരു യുവാവാണ് കൂടെയുള്ളത്. അയാൾ കൊല്ലം ഓച്ചിറ സ്വദേശിയാണ്. കഴിഞ്ഞ 6 മാസത്തിലധികമായി ചെറായി ബീച്ചിൽ ഐസ്ക്രീം കച്ചവടവുമായി ബന്ധപ്പെട്ട് അയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കിട്ടിയതിന് ശേഷം അയാൾ വിശദമായി ചോദ്യം ചെയ്ത് 18 വയസ്സായ കുട്ടി എന്നുള്ള നിലയ്ക്ക് കിഡ്നാപ്പിംഗ് അടക്കമുള്ള ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ആ കാര്യങ്ങളൊക്കെ കുട്ടിയെ നമ്മൾ കൂടുതലായിട്ട് ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. വന്നതിന് ശേഷം കുട്ടിയെ വിശദമായി ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഗുണ്ടകൾക്കെതിരെ കഴിഞ്ഞ മാർച്ച് മാസം തൊട്ട് നമ്മൾ ഒരു ഓപ്പറേഷൻ സ്റ്റീൽ ബേഡ് എന്ന് പറയുന്ന ഒരു ഹാർഡ് കോർ ക്രിമിനൽസിനെതിരായിട്ടുള്ള ഒരു നടപടിക്ക് രൂപം കൊടുക്കുകയുണ്ടായി. അതിനടിസ്ഥാനത്തിൽ 22ഓളം ഹാർഡ് കോർ ഗുണ്ടകളെ ഈ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ആദ്യം അങ്കമാലിയിൽ വെച്ച് കോമ്പാറ വിനോദും അതുപോലെ തന്നെ സുലൈമാൻ എന്ന് പറയുന്ന 2 ഗ്യാങ് ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം കോതമംഗലത്ത് അർജുനായകയെയും 6 പേരെയും അറസ്റ്റ് ചെയ്തു. വലിയ ക്രിമിനൽ ഗാങ്ങിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി വെച്ച് മരടനീഷൻ ടീമിനെ നമ്മൾ അറസ്റ്റ് ചെയ്ത് ഒരു റിമാൻഡിലാണ് നിർത്തുന്നത്. കൂടാതെ മിനിഞ്ഞാന്ന് രാത്രി അങ്കമാലിയിൽ വെച്ച് നിതിൻ അലിയാസ് ഇതിനെയും ടീമിനെയും നിതിൻ അലിയാസ് തിമ്മയ്യ അവരെ 5 പേരെ അടക്കം നമ്മൾ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അത് എല്ലാം ഹാർഡ് കോർ ക്രിമിനൽസാണ്. ഈ നിതിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത സമയത്ത് 23-ാം തീയതി പാലക്കാട് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഒരു ഹൈവേ റോബറി നടത്തി അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് കൈയോടെ നമ്മൾ വെപ്പണടക്കം ആ ടീമിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 3 മാസത്തിനകം 21 പേരെ അറസ്റ്റ് ചെയ്ത് വളരെ ശക്തമായിട്ടുള്ള നടപടികൾ ജില്ലാ പോലീസ് ഈ ഇത്തരം ക്രിമിനൽ ഗാങ്ങിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്നും ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഈ അറസ്റ്റ് ചെയ്ത മുഴുവൻ ആളുകളുടെ പേരിലും ഗുണ്ട ആക്ട് അനുസരിച്ചും അതുപോലെ തന്നെ മുൻപ് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള കേസുകളിലെല്ലാം ജാമ്യം ക്യാൻസൽ ചെയ്യുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുന്നതായിരിക്കും. ഏതാ കുട്ടിയെ ഓൺ ദ വേ ആണ്. ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. മിക്കവാറും ഇന്ന് മിഡ്നൈറ്റ് എത്തും. നാളെ രാവിലെ എത്തും. അഭിജിത്ത് പോക്സോ വരും. അതിൽ ഒഫൻസ് എന്തെങ്കിലും പോക്സോ വരും. കാരണം ആ കുട്ടിയെ വശീകരിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ കിഡ്നാപ്പിംഗ് കൂടുതൽ എന്തെങ്കിലും ഫിസിക്കൽ വയലൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളുണ്ട്.